അന്വേഷണത്തിനും അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുമായി തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസിന് ഇതോടൊപ്പം അയക്കുന്നു. പരിപാടിക്ക് വിളിക്കുന്നത് പോട്ടെ, ആ കുട്ടി ഇത്രയും ഒരു ദുരന്തം അനുഭവിച്ച കുട്ടിയെ ഇവരെ ആരെങ്കിലും ഒന്ന് പോയി കണ്ടോ? ഞാൻ എല്ലാ കാലവും ചോദിക്കുന്ന ഒരു നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. രണ്ടും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. ആദ്യം ഒരു സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനന്തു ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാള് ഈ നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന പിന്നീട് സാക്ഷിയായിരുന്ന ബാലചന്ദ്രകുമാറിന്റെ മരണം അതൊരു സ്വാഭാവിക മരണമല്ല, അതിൽ ദുരൂഹതയുണ്ട്, ബാലചന്ദ്രകുമാറിനെ മനഃപൂർവ്വം കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായ ഞെട്ടിക്കുന്ന തെളിവുകളൊക്കെ കാണിച്ചുകൊണ്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കിഡ്നിയുടെ പ്രശ്നമൊന്നും പറഞ്ഞു വന്ന ആ പുള്ളിക്ക് വീണ്ടും 2 കിഡ്നിയിൽ പ്രശ്നമാകുന്നു. അതിനുശേഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിന് ചുറ്റും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അത് പോയി കാണാം. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ട്, ഈ തെളിവെല്ലാം കാണിച്ചുകൊണ്ട് ഈ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ ഇപ്പോൾ റിപ്ലൈ വന്നു എന്ന് മാത്രമല്ല, പുനരന്വേഷണം വീണ്ടും അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉത്തരമായി എന്നുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് നമുക്ക് പറയാം. അതിനോടൊപ്പം മറ്റൊരു കേസ് കൂടി പറയാനുണ്ട്. ഇത് ഒരു നാറിയ കേസാണ്, മറ്റൊന്നുമല്ല. ഈ അമ്മ സംഘടനയിൽ ഇപ്പോൾ തലപ്പത്ത് വന്ന ശ്വേതാ മേനോൻ ആദ്യം പ്രസിഡന്റായ സമയത്ത് വന്ന് പറഞ്ഞതാണ്, അതിജീവിത ഉൾപ്പെടെ അമ്മയിൽ നിന്ന് പോയവരെയൊക്കെ തിരിച്ചു വിളിക്കും എന്ന് വലിയ വായിൽ പറയുകയും അതിനുശേഷം എന്താണ് തൊട്ടടുത്ത മീറ്റിംഗിൽ തന്നെ അതിനകത്തുള്ള അമ്മ സംഘടനയിലുള്ള കുറച്ചുപേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അവരെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ അൺസിബ പൊട്ടിച്ചായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇവർ വിളിക്കുക എന്നല്ല, തിരിച്ചു വിളിക്കുക എന്നത് പോയിട്ട് ഒന്ന് ഫോൺ പോലും വിളിച്ച് അവരുടെ അടുത്ത് തിരക്കിയിട്ടില്ല, നിനക്ക് സുഖമാണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പൊ ഭാഗ്യലക്ഷ്മി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ ഒരു സംഭവം കാണാം. അതിനുശേഷം ഈ അനന്തു ശ്രീകുമാർ പറഞ്ഞ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം കൂടി കാണാം. ഓക്കെ. ാണ് നമ്മൾ മുൻപ് ഈ അമ്മയിൽ നിന്ന് പിരിഞ്ഞുപോയ കുറേ അധികം മനുഷ്യരെ തിരിച്ചു വിളിക്കുന്നു എന്ന് ഇപ്പോഴത്തെ സംഘടന ആവശ്യപ്പെടുന്നത്, ഇല്ലെങ്കിൽ അവർ പുറത്ത് പറയുകയുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരും അത്തരൊരു പ്രവർത്തനം നമ്മൾ ചുറ്റും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു അതിജീവിത അടക്കമുള്ള മനുഷ്യരെ തിരിച്ച് അവർ ഏതെങ്കിലും സംഘടന ആവശ്യങ്ങൾക്കോ പരിപാടികൾക്കോ സ്വാഗതം ചെയ്യുന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അമ്മ അങ്ങനെ ഒരു നിലപാടെടുത്തതായിട്ട് കണ്ടിരുന്നു? പരിപാടിക്ക് വിളിക്കുന്നത് പോട്ടെ, ആ കുട്ടി ഇത്രയും ഒരു ദുരന്തം അനുഭവിച്ച കുട്ടിയെ ഇവരെ ആരെങ്കിലും ഒന്ന് പോയി കണ്ടോ? ഞാൻ എല്ലാ കാലവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലേ, ഇവരാരും നേതൃസ്ഥാനത്ത് ഇല്ലാതിരുന്ന സമയത്ത് പോലും അവളെ ഒന്ന് പോയി കാണാനോ, എന്താണ് മോളെ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചോ? നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയല്ലേ, എന്താണ് അത് ചെയ്യാത്തത്? എന്തുകൊണ്ട് ഇവർക്ക് ആർക്കും അത് തോന്നിയില്ല? വളരെ വ്യക്തമായിട്ട കാര്യമാണ്. അതായത് ഇവിടെ അവതാരക ചോദിക്കുന്നുണ്ട്, അവർ തിരിച്ചു വിളിച്ചില്ല എന്ന് പറഞ്ഞ വാർത്ത കേട്ടു എന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കാത്ത പോട്ടെ, അവിടെ പോയി ഒന്ന് കാണുകയോ ഒന്നൊരു ഫോൺ കോള് പോലും ചെയ്യാത്തവരാണ് ഈ ഇരിക്കുന്ന ശ്വേതാ മേനോനെ പോലുള്ള കുറെ എണ്ണം. മനസ്സിലായോ? സ്ത്രീപക്ഷം എന്ന് പറയുകയും യഥാർത്ഥത്തിൽ അവിടെ പൈസ മാരക്കമാണ്. മറ്റുള്ളവരെ ഇത് ബാക്കിൽ നിന്ന് കളിക്കുന്ന കുറേ പേരുണ്ട്. നോക്കിക്കോണം, അവരുടെ കൂടെ നിന്ന നിങ്ങളുടെയൊക്കെ സഹയാർത്ഥിയായിരുന്നു അല്ലേ, എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ അവർ പറയുന്നതിൻ്റെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കും. നിങ്ങളെല്ലാം ഈ ദിലീപ് പേട്ടന്റെ കൂടെ ആയിരിക്കും, ദിലീപ് പറയുന്നതായിരിക്കും സത്യം നിങ്ങൾ വിശ്വസിക്കുന്നു. പോട്ടെ, ഒന്ന് കോൾ ചെയ്യല്ല, അവിടെ പോയി ഒരു സാന്ത്വനം കൊടുക്കാമല്ലോ, അതല്ലേ വേണ്ടത്. അപ്പൊ അതുവരെ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരയാണോ ഇവരൊക്കെ എന്നുള്ളതാണ്. ഈ ശ്വേതമേനൊക്കെ ഈ ഒരുങ്ങി ചമഞ്ഞ് നടക്കണതാണ്. ഇപ്പൊ കണ്ടില്ലേ എന്താണ് ടിനി ടോമിനെതിരായിട്ട് പിന്നീട് ആ ഒരു വിഷയം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ടിനി ടോമിനെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനാണോ, എന്റെ ചക്കരയെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമോ എന്നുള്ളതാണ് ഈ ശ്വേതാ മേനോൻ ഈ വെളിയിൽ കണ്ടുകഴിഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ പ്രസിഡന്റ്, പക്ഷെ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഏറ്റവും മഹാകള്ളിയും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്കിപ്പോ തോന്നുന്നു ഈ ശ്വേതാ മേനോനാണെന്ന് തോന്നുന്നു. അമുങ്ങിയിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് വന്ന ആ സെക്യൂരിറ്റി ഗാർഡിന്റെ വോയിസ് ഉൾപ്പെടെ ശ്വേതാ മേനോൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല, സത്യമാണ് എന്നുള്ളതാണ്. ഇവർ പറഞ്ഞു വന്ന് എന്താണ് തൊട്ടടുത്ത ആഴ്ചയിലുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് 1-2 പേര് പറഞ്ഞു അങ്ങനെ പിന്നീട് ആ നടിയെ അല്ലെങ്കിൽ പിന്നീട് അതിജീവിതയെ ഇപ്പം വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഏതാണ് 1-2 പേര്? അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വോട്ടെടുക്കണ്ടേ?
നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ച അവരുടെ അംഗങ്ങൾ ആർക്കൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയാണല്ലോ നിങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഇതിലെന്താ, നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് അഭിപ്രായമാണ് അല്ലേ? മനസ്സിലായോ? അവിടെ വേറൊരു തരത്തിലാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്നുള്ളത്. ഇത്രയേ ഉള്ളടേ. അപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് ആദ്യത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്ത കുറച്ച് സന്തോഷം തരുന്ന വാർത്തയാണ്. ആ വാർത്തയിൽ ആ സംഭവം കൂടി വയ്ക്കാം. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് കഴിഞ്ഞ 29-ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 29-ാം തീയതി. എനിക്ക് മെയ് 15-ാം തീയതി DGPയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇമെയിൽ ലഭിച്ചു. ഇതാണ് ആ ഇമെയിലിൽ പറഞ്ഞ കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സമക്ഷം ശ്രീ അനന്തു സുരേഷ് കുമാർ നൽകിയ ഇമെയിൽ പരാതി ഈ പെറ്റീഷൻ 5283/2026 അന്വേഷണത്തിനും അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുമായി തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസിന് ഇതോടൊപ്പം അയക്കുന്നു. മനസ്സിലായോ? വീണ്ടും അന്വേഷിക്കാൻ വേണ്ടിയിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചു എന്നാണ് പറയുന്നത്. പരാതിയിന്മേൽ യുക്തമായ നടപടി സ്വീകരിക്കേണ്ടതും സ്വീകരിച്ച നടപടി സംബന്ധിച്ച് പരാതി കക്ഷിക്ക് ഉചിതവും വ്യക്തവുമായ മറുപടി രേഖാമൂലം നൽകി കൈപ്പറ്റി റെസീറ്റ് വാങ്ങേണ്ടതും മേൽ നടപടികൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇത് ഫോർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കം സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറഞ്ഞാണ് എനിക്ക് ഇമെയിലായി കിട്ടിയത്. അതായത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DGPയുടെ ഓഫീസിലേക്ക് പോവുകയും DGP തിരുവനന്തപുരം സിറ്റി DIG ആൻഡ് കമ്മീഷണർ രണ്ടും ഒരാളാണ്. ആ വ്യക്തിക്ക് ഈ ഞാൻ കൊടുത്ത പരാതി അന്വേഷിക്കാൻ ആയി ഉത്തരവ് നൽകുകയാണ് ഇപ്പോൾ ഉണ്ടായത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും DIGയുമായ K. കാർത്തിക് സാറിനെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഉചിതമായ നടപടി ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിട്ടുണ്ട്. അത് വളരെ സന്തോഷം. ഇനി ഈ അന്വേഷിക്കുന്നവരുടെ കയ്യിലിരിക്കും എന്താണുള്ളത്. കാരണം ഈ പുള്ളി മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഈ പുള്ളി പുറത്തു പറഞ്ഞ രേഖകൾ അത് കണ്ട് അക്ഷരാർത്ഥം ഞെട്ടിപ്പോവും. ഈ പറയുന്ന ഈ ഒരു സംവിധായകൻ മാത്രമല്ല, അല്ലാതെ 3 പേരും കൂടി ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അതായത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സാക്ഷി പറഞ്ഞ പല 3 പേരും ഇതുപോലെ ദുരൂഹ സാഹചര്യം മരിച്ചിട്ടുണ്ട്. അതെല്ലാം സംശയ നിലയിലാണ്. പക്ഷേ ഇവിടെ ബാലചന്ദ്രകുമാറിന്റെ കേസ് വരുമ്പോൾ വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിട്ട വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം, പിൻ ചെയ്ത് വെക്കാം, കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി കാണുമ്പോൾ അത്രയ്ക്കും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പിന്നെ തെളിവോട് കൂടി പുള്ളി പറഞ്ഞത്. അപ്പൊ അതിനെ വീണ്ടും ഒരു അന്വേഷണം, അതായത് ഈ ബാലചന്ദ്രകുമാറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നവർക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നാനും കാരണം തന്നെ ഈ പുള്ളി കൊടുത്ത തെളിവുകളാണ്. മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി അത്രയ്ക്ക് തെളിവ് ഉൾപ്പെടെ ഇവരുടെ ഭാര്യ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഭാര്യയുടെ, അതായത് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയുടെ ഫുൾ സപ്പോർട്ട് കൂടിയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തെളിവ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവ് കണ്ടപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഈ സംഭവത്തിൽ കഴമ്പുണ്ട്. ഇവരെ ആരോപിക്കുന്ന ഇതിനെതിരെ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ ആരോപിക്കുന്നതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷനിലേക്ക് ഈ കേസ് വീണ്ടും അന്വേഷിക്കണം, ഈ ബാലചന്ദ്രകുമാറിന്റെ മരണം വീണ്ടും അന്വേഷിക്കുക, അതിന് തക്കതായ എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഈ പരാതിക്കാർക്ക് പിന്നീട് അതിനുള്ള ഉത്തരം കൊടുക്കണം എന്നവര് അങ്ങനെ ഒരു ഓർഡർ ഇടണമെങ്കിൽ അതിൽ കഴമ്പുണ്ട്. അല്ലാതെ വെറുതെ ആരെങ്കിലും ഇന്നൊരു മരിച്ചേട്ടാ എനിക്ക് സംശയമുണ്ട് പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപേനെ എടുത്തു വെച്ച് പുനരന്വേഷിക്കാനൊന്നും കൊടുക്കത്തൊന്നുമില്ല. അപ്പൊ ഇവിടെ അതിനൊരു വീണ്ടും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഓർഡർ ഇടണമെങ്കിൽ അതിനകത്ത് കഴമ്പുണ്ട്, അതിനകത്ത് അവർ കൊടുത്ത തെളിവുകളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് തന്നെ വിശ്വാസമല്ല, അങ്ങനെ തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഏത് കേസും എടുത്ത് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തട്ടിക്കളിക്കാനുള്ള സ്ഥലമൊന്നും അല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ, നീതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ, കർമ്മം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഇത് തെളിയുക തന്നെ ചെയ്യും. ആരാണ് ഇതിന്റെ ബേക്കിൽ കളിച്ചത് എന്നൊക്കെ ഒരു നാൾ, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.